കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നിങ്ങൾ വീട്ടിൽ സോളാർ പാനൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റിയിൽ നിന്നും സബ്സിഡിയോടെ സോളാർ പാനൽ വയ്ക്കാവുന്നതാണ്. അതിനായി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് സോളാർ പാനൽ ലഭിക്കുന്നത് എന്നെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അതിനാൽ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഫുള്ളായി കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ സോളാർ പാനലിൽ വരുന്നത് ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും ആണ്. ഇത് രണ്ടും എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഓൺ ഗ്രിഡിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയിൽ നിന്നും നമ്മൾക്ക് തരുന്നത് ഓൺ ഗ്രിഡാണ്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇലക്ട്രിസിറ്റിയിൽ പോയിട്ട് സോളാർ പാനൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്ര kV ആണോ നിങ്ങൾ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, 1 kV, 2 kV, 3 kV എന്നൊക്കെയാണ് സോളാർ പാനലിൽ വരുന്ന ഓപ്ഷൻ. 1 kV വയ്ക്കുകയാണെങ്കിൽ 60,000 70,000 രൂപ വരും. അതേപോലെ 3 kV 2 kV വയ്ക്കുകയാണെങ്കിൽ 1,20,000 1,30,000 എമൗണ്ട് വരും. 3 kV ആണ് വയ്ക്കുന്നതെങ്കിൽ 2,20,000 2,10,000 അങ്ങനെ ആ റേഞ്ച് വരും. ഇതിൽ നിങ്ങൾക്ക് സബ്സിഡി കിട്ടുന്നത് 1 kVക്ക് 60,000 70,000 രൂപ വരികയാണെങ്കിൽ 30,000 രൂപ നിങ്ങൾക്ക് സബ്സിഡി കിട്ടും. അതേപോലെ 2 kVക്ക് 1,20,000 വരുവാണെങ്കിൽ അതിൽ 1,20,000 1,30,000 വരുവാണെങ്കിലും 60,000 രൂപ സബ്സിഡി കിട്ടും. പിന്നെ 3 kVയോ 3 kVക്ക് മുകളിൽ എത്ര വയ്ക്കുകയാണെങ്കിലും നിങ്ങൾക്ക് 78,000 രൂപയാണ് സബ്സിഡി ലഭിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് സബ്സിഡി നിരക്ക് വരുന്നത്. അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇലക്ട്രിസിറ്റിയിൽ പോയിട്ട് ഒരു അപേക്ഷ എഴുതി കൊടുക്കുക. അപ്പോൾ ഇലക്ട്രിസിറ്റിയിൽ നിന്നും സോളാർ പാനൽ ഫിറ്റ് ചെയ്യുന്ന അവരുടേതായ ആൾക്കാരെ നിങ്ങളുടെ വീട്ടും പരിസരവുമൊക്കെ നോക്കാനായിട്ട് അയക്കും. എന്നിട്ട് നിങ്ങളുടെ വീടും പരിസരമൊക്കെ നോക്കിയിട്ട് അവിടെ മരങ്ങളുടെ തടസ്സവും ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് സബ്സിഡി നിരക്കിൽ സോളാർ പാനൽ കിട്ടുന്നതാണ്. അത് നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. സോളാർ പാനൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വീടും പരിസരത്തൊന്നും മരങ്ങളൊന്നുമില്ല, തടസ്സങ്ങളൊന്നുമില്ല, സൂര്യപ്രകാശം ഡയറക്റ്റ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ അപേക്ഷ കൊടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നമ്മുടെ സോളാർ പാനലിൽ നിന്നും കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് മരങ്ങളുടെ തടസ്സമോ ഒന്നും പറ്റില്ല, ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അത് വരുന്നത്. പിന്നെ ഇതിൽ നിന്നും ലഭിക്കുന്ന കറണ്ട് സ്റ്റോറേജ് ഇല്ല, ഡയറക്റ്റ് ഇലക്ട്രിസിറ്റി ലൈനിലൂടെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷമുള്ള കറണ്ട് ഇലക്ട്രിസിറ്റിയിലൂടെ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് കൂടുതൽ കറണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല, കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ, ബാക്കി കറണ്ടുണ്ട്, അത് ഇലക്ട്രിസിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ അതിനുള്ള എമൗണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റിയിൽ നിന്നും ഇങ്ങോട്ട് തരും. അല്ല നമ്മളിപ്പോൾ 3 kVയുടെ പാനലാണ് വെച്ചിരിക്കുന്നത്, അതിൽ 3 kVയിൽ കൂടുതൽ നമ്മൾ കറണ്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ അഡീഷണലി യൂസ് ചെയ്യുന്നത് എത്ര കറണ്ടാണോ അതിനനുസരിച്ചിട്ട് പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടത് വരും. നമ്മൾ എത്ര kVയുടെ ആണോ വെച്ചിരിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ കറണ്ട് യൂസ് ചെയ്യണമെങ്കിൽ ആ യൂസ് ചെയ്ത കറണ്ടിനനുസരിച്ച് അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും. അതിനേക്കാൾ കുറവാണ് നമ്മൾ ഉപയോഗിച്ചത്, ഇലക്ട്രിസിറ്റിക്ക് നമ്മൾ കറണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കറണ്ട് കൊടുക്കുന്നതിനനുസരിച്ചുള്ള പൈസയും നമുക്ക് കിട്ടുന്നതാണ്. ഇങ്ങനെയാണ് ഓപ്ഷൻ വരുന്നത്. അല്ലാതെ ഇതിൽ രാത്രി ആകുമ്പോൾ കറണ്ട് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും സ്റ്റോറേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രാത്രി ഇരുട്ടത്ത് തന്നെ ഇരിക്കേണ്ടതായിട്ട് വരും. ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഡയറക്റ്റ് സോളാർ പാനലിൽ നിന്നും ഇലക്ട്രിസിറ്റി ലൈനിലൂടെ അവർക്ക് പോകുന്നു. അതേപോലെ കറണ്ട് ഉള്ളപ്പോൾ മാത്രം വർക്ക് ചെയ്യുന്നു, കറണ്ട് ഇല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. അതേപോലെ പകൽ സമയമാണെങ്കിൽ നമുക്ക് സോളാർ പാനലിലേക്ക് ഉള്ള സൂര്യപ്രകാശം കിട്ടുമ്പോൾ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷേ രാത്രി സമയത്ത് സൂര്യപ്രകാശം ഇല്ലാത്തത് കൊണ്ട് നമ്മൾക്ക് വർക്കിംഗ് ആകില്ല. ഇങ്ങനെയാണ്. പിന്നെ രാത്രി നിങ്ങൾക്ക് വർക്കിംഗ് ആക്കണം എന്നുണ്ടെങ്കിൽ അതാണ് ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞത്. അതിനായി സോളാർ പാനൽ, ഇൻവേർട്ടർ, ബാറ്ററി ഇതെല്ലാം നമ്മൾ വയ്ക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാകുമ്പോൾ ഇലക്ട്രിസിറ്റിയിൽ നിന്നും നമുക്ക് സബ്സിഡി ഒന്നും കിട്ടില്ല. നമ്മുടെ കയ്യിൽ നിന്നും ഇതിനുള്ള എല്ലാ പൈസയും മുടക്കി നമ്മൾ സ്വന്തമായിട്ട് വയ്ക്കേണ്ടതായിട്ട് വരും. എത്ര പാനലാണോ വയ്ക്കേണ്ടത്, എത്ര ബാറ്ററിയാണോ വയ്ക്കേണ്ടത് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള എമൗണ്ട് വരും. അത് കൊടുത്ത് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ രാത്രി സമയങ്ങളിൽ കറണ്ട് പോയാലും നമ്മൾക്ക് ഇതിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എത്ര ബാറ്ററി കപ്പാസിറ്റി ഉള്ളതാണോ വയ്ക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഓഫ് ഗ്രിഡ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് പോയാലും യൂസിങ് ആകും. ഓൺ ഗ്രിഡ് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോയി രാത്രി സമയങ്ങളിൽ യൂസിങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓപ്ഷൻ വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ ഏത് പാനൽ നിങ്ങൾ വെക്കുകയാണെങ്കിലും മരത്തിൻ്റെ തടസ്സങ്ങളൊന്നും പറ്റില്ല. സാറ്റലൈറ്റിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള സൂര്യപ്രകാശം അതിലേക്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങളുടെ ബാറ്ററി ആണെങ്കിലും ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഇലക്ട്രിസിറ്റി നിന്ന് എടുക്കുന്നതാണെങ്കിലും
അതിൽ നിന്നും നമ്മൾക്ക് കറണ്ട് ലഭിക്കുകയുള്ളൂ. അല്ലാതെ വെറുതെ സോളർ പാനൽ വെച്ചു എന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾക്ക് അതിന് ഒരു ഗുണം വേണമെങ്കിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സോളർ പാനലിൻ്റെ കാര്യങ്ങൾ. ഇത്രയും അടങ്ങുന്നതാണ് സോളർ പാനൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഓപ്ഷനാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ബൈ ബൈ. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.